നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റാരും കടന്നു വന്ന് മാറ്റങ്ങൾ സൃഷ്ടിക്കില്ല. നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പക്ഷേ മാറ്റമില്ലാതെ ജീവിതം പഴയതുപോലെ മുന്നോട്ട് പോകുന്നു. ജീവിതത്തിൽ മാറ്റങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്മൾ എന്നത്തെയും പോലെ എഴുന്നേറ്റ ഉടനെ ഫോണിൽ കുറേ സമയം കളയുന്നു, റെസ്റ്റ് എടുക്കുന്നു, ചിലപ്പോൾ കിടന്നുറങ്ങുന്നു, അലസമായിട്ടിങ്ങനെ സമയം കളയുന്നു. പേടിച്ച് മാറി നിൽക്കുന്ന കുറേ ആഗ്രഹങ്ങളും കുറേ സ്വപ്നങ്ങളും ഉണ്ടായിട്ട് അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നു. അതിനുവേണ്ടി അധ്വാനിക്കാൻ പറ്റുന്നില്ല. ഓരോ എക്സ്ക്യൂസുകൾ കണ്ടുപിടിച്ച് നമ്മൾ മാറി നടക്കുന്നു. എന്നിട്ട് മറ്റു പലരെയും കുറ്റം പറയുന്നു, മറ്റുള്ളവരുടെ ആശയങ്ങളെ നിരൂപണം ചെയ്യുന്നു. എവിടെയൊക്കെ പരാതി പറയാമോ അവിടെയെല്ലാം പരാതി പറയുന്നു. നമ്മുടെ ജീവിതം ഇതൊന്നും മാറ്റാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണിങ്ങനെ? നൂറുകണക്കിന് തെറ്റായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചു വച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസായി മാറിയിരിക്കുകയാണ്. അലസമായി കിടക്കുന്നതും താമസിച്ച് എഴുന്നേൽക്കുന്നതും അതിനുള്ള എക്സ്ക്യൂസുകൾ പറയുന്നതുമെല്ലാം നമ്മുടെ ജീവിതശീലങ്ങളായി മാറിയിരിക്കുകയാണ്. ദിവസവും നമ്മൾ വെറുതെ സമയം കളയുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ ഇതുതന്നെ ചെയ്യുമ്പോൾ നമ്മുടെ വിൽ പവറിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മാറ്റം വരാത്തത്? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഒരു മാറ്റം വരുത്താൻ മാത്രം നമ്മൾ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യുന്നില്ല. ആ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ തുടരാൻ ആഗ്രഹിക്കുന്നു. മറ്റാരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് തൊട്ട് അത് മാറ്റുക. അവർക്ക് പറഞ്ഞു തരാനും പഠിപ്പിക്കാനും പറ്റും. പക്ഷേ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്ത് കാര്യം ചെയ്യാൻ പോയാലും ഒരു മടി തോന്നുന്നില്ലേ? നമുക്കൊരു പ്രതിരോധമില്ലേ? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒരിക്കലും അത് ഇല്ലാതാവാൻ പോകുന്നില്ല. നമ്മൾ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഈ ഒരു മടി നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകും. ഒരിക്കലും കാര്യങ്ങൾ എളുപ്പമായിട്ട് വരില്ല. അതുകൊണ്ട് എല്ലാറ്റിനെയും ഫേസ് ചെയ്യാൻ പഠിക്കുക. ഇന്ന് നമ്മൾ അത് ശീലിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ അത് മാറ്റുമെന്നുള്ളതിന് നമുക്ക് എന്തുറപ്പാണുള്ളത്? ഇന്ന് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നാളെയും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. ഇന്ന് നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നാളെയും അതുതന്നെയാണ് നമ്മൾ ആവർത്തിക്കാൻ പോകുന്നത്. ഇത് ഒരു ദിവസം ഇല്ലാതാകാൻ പോകുന്ന സംഭവമല്ല. ഓരോ ദിവസവും നമ്മൾ നടത്തേണ്ട യുദ്ധമാണിത്. അതിന് നമുക്ക് വേണ്ടത് ഫോക്കസാണ്. ഇത്രയും ഡിസ്ട്രാക്ഷൻസ് ഉള്ള ലോകത്ത്, എല്ലാവരും നമ്മുടെ ശ്രദ്ധ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ഈ ലോകത്ത് നമുക്ക് നല്ല ഫോക്കസ് വേണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് നമുക്കൊരു വലിയ സ്വപ്നം വേണം. അതിനു വേണ്ടി അധ്വാനിക്കുവാൻ നമുക്ക് ഇന്ധനമാകുന്നൊരു സ്വപ്നം വേണം. എത്ര കാരണങ്ങൾ പിന്നോട്ട് വലിച്ചാലും, എത്ര പേർ പിന്നോട്ട് വലിച്ചാലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള കാരണം വലുതായിരിക്കണം. നിശബ്ദമായ രാത്രികളും അധ്വാനങ്ങളുമാണ് പലരെയും മഹാന്മാരാക്കിയത്. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും എളുപ്പമാവില്ല. ജീവിതം ഒരിക്കലും എളുപ്പമാവില്ല. അതുകൊണ്ട് ഇന്നു തന്നെ യുദ്ധത്തിന് തയ്യാറാവുക. നമ്മുടെ നല്ല ശീലങ്ങൾക്ക് മൂർച്ച കൂട്ടുക. ജീവിതം സാഹസികതകൾ നിറഞ്ഞ ഒരു യാത്രയാണ്. അത് നേരിടാൻ നമുക്ക് വേണ്ടത്ര തയ്യാറെടുപ്പ് വേണം. ധൈര്യമുള്ള ഒരു ഹൃദയം വേണം. ജീവിതത്തിൽ വിജയം എളുപ്പത്തിൽ നേടാൻ പറ്റില്ല. കഠിനമായ യുദ്ധം ചെയ്തു നേടേണ്ടതാണ്. അതുകൊണ്ട് യുദ്ധത്തിന് തുടക്കം കുറിക്കൂ. നന്മകൾ മാത്രം നേരുന്നു.